ബോംബെ അധോലോകത്ത് ഒരു കാലഘട്ടത്തിൽ നടന്നിരുന്നു. ഇപ്പോൾ ലോകം മുഴുവൻ ഇത്തരം ക്രിമിനലിസവും ഈ പറയുന്ന ഇതൊക്കെ ഒരു പരിധി വരെ അവസാനിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്തരം കാര്യങ്ങൾ, അദ്ദേഹം ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ആ ലെവലിലേക്ക് പോകണമെങ്കിൽ ദാവൂദ് ഇബ്രാഹിമിനെ പോലെയുള്ള അവരുടെ ജീവചരിത്രം പഠിച്ചവനെ സാധിക്കും. അതിൽ അട്രാക്ട് ചെയ്യണം. അതിൽ അട്രാക്ട് ചെയ്തവനാണ് ഈ എം.ആർ. അജിത് കുമാർ. ഞാൻ ഫോൺ കോളുകളുടെ കാര്യം നിങ്ങളോട് പറഞ്ഞു. അജിത് കുമാറിന്റെ ഫോൺ മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഭാര്യ മറ്റൊരാളുമായി സംസാരിക്കുന്ന ഫോൺ കോൾസ്, ഭാര്യയെ വിളിക്കുന്നത് ഭാര്യയുടെ ആങ്ങളെയാണ്. ആ ഫോണ് ഫോർവേഡ് ചെയ്ത് അതിന്റെ മറ്റേ അറ്റത്ത് കേരളത്തിലെയും ബോംബെയിലെയും കള്ളക്കടത്ത് സംഘത്തിലെ പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന വളരെ പ്രധാനികളായ കള്ളക്കടത്തുകാരാണ് മൂന്നാമത്തെ ഫോണിൽ. ട്രാക്ക് നോക്കിയാൽ എന്താ, എം.ആർ. അജിത് കുമാറിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ ആങ്ങളയോട് സംസാരിച്ചു. ഒരു കുഴപ്പമില്ലല്ലോ. ആങ്ങളയുടെ അങ്ങേ തലയിലാണ് മറ്റേ ചങ്ങാതി. അപ്പോ ആ സ്ത്രീയെ ഞാൻ ഇപ്പോൾ ഇതിലേക്ക് വലിച്ച് ഇഴക്കാൻ ഞാനിപ്പോൾ നിൽക്കുന്നില്ല. കാരണം അതൊരു സ്ത്രീയാണ്. എൻ്റെ ഉമ്മ 14 പ്രസവിച്ചതാണ്. എനിക്ക് 10 പെങ്ങന്മാരുണ്ട്. അവർക്ക് ഒരുപാട് മക്കളുണ്ട്. എൻ്റെ വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും ബ്ലഡിൽ തന്നെ 100 കുട്ടികൾ, സ്ത്രീകൾ എൻ്റെ വീട്ടിലുണ്ട്. അതുകൊണ്ട് ഒരു സ്ത്രീ എന്ന പരിഗണനയിൽ ഇപ്പോൾ ഞാൻ ആ വിഷയത്തിലേക്ക് കിടക്കുന്നില്ല. ആവശ്യമായി വരികയാണെങ്കിൽ അപ്പം നമുക്ക് ആ വിഷയത്തിലേക്ക് പോകാം.